എടുത്ത് സർവേറെ വിളിച്ച് അളവെടുത്തിട്ട് ആ ഡോക്യുമെന്റ് ഒന്ന് ഏൽപ്പിക്കാനല്ലോ. ഒരു പ്രൊസീഡിങ്സും ഇല്ല, ടെക്നിക്കലായിട്ട് ഒരു പ്രൊസീഡിങ്സും ഇല്ലാത്തൊരു ഇത് സംഭവമാണിത്. അളക്കാൻ ഉണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ കൊടുവള്ളി ഗവൺമെന്റ് ITI ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ITI ഇതുവരെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഏൽപ്പിക്കാത്തത്? എന്താണ് കാരണങ്ങൾ അറിയാം? സ്ഥലം നമ്മൾ സർക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നടപടിയിലേക്ക് മുന്നോട്ട് പോകേണ്ടി ശരിക്കും ITIന്റെ സ്കൂൾ പ്രിൻസിപ്പള് അതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കേണ്ട ഒരു വിഷയമല്ലായിരുന്നു. അതിപ്പോ മുനിസിപ്പാലിറ്റി ചെയ്യണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ പുതിയ ഭരണസമിതി ഏറ്റെടുത്ത സമയത്ത് മാർച്ചിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ്. ജിയോ ഇറങ്ങിയത് മുനിസിപ്പാലിറ്റിക്ക് ജിയോ ഇറങ്ങിയത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അത് വന്നു. ഞാൻ പറഞ്ഞു അളന്ന് തിട്ടപ്പെടുത്തി ഏൽപ്പിക്കാൻ മുനിസിപ്പാലിറ്റിയോട് ജിയോ ഇറക്കിയത് 2025 മാർച്ച് മാസത്തിലാണ്. പക്ഷെ എന്നിട്ടും ഇത്രയും മാസം എടുത്തിട്ട് എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാത്തത്? ഒരു അളക്കാന്നുള്ള ചടങ്ങ് മാത്രമല്ലല്ലോ. അല്ല അവിടെ മാഡം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പുതിയ ഭരണസമിതി വന്നിട്ടും ഭരണസമിതിക്ക് ആകെ ഫസ്റ്റ് അജണ്ടയിൽ വരേണ്ട ഒരു കാര്യമായിരുന്നു അത് എന്തുകൊണ്ടാണ് അതിന് മുഖവിലക്ക് എടുക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും അതിനൊരു തീരുമാനം നമ്മൾ എടുത്തു. ഈ മാർച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നാണ്. കാരണം ഞാൻ മുൻ ഭരണസമിതിന്റെ ഈ കാലഘട്ടത്തിൽ ഇത് ഒരുപാട് ലേറ്റ് ആക്കിയ ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ പുതിയ ഭരണസമിതി വന്ന ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ മാഡത്തിനോട് പറയുന്നത് വളരെ ഗൗരവത്തിൽ ഇത് എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഒരു നിശ്ചിത സമയം ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ്. തീർച്ചയായിട്ടും. കാരണം ഓക്കെ, തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മുനിസിപ്പൽ സെക്രട്ടറി ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ സർവേർ വന്നത് അളന്ന് തിട്ടപ്പെടുത്തി അത് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കാണ് കൈമാറേണ്ടത്. ആ ഒരു കൈമാറ്റ ചടങ്ങിന് മാക്സിമം പോയാൽ ഒരു 1 വീക്ക് പോലും എടുക്കില്ല.